ഈ ലോകകപ്പിൽ ലോകത്തിനൊപ്പം തന്നെ സഞ്ചരിച്ചതാണ് നമ്മുടെ കോഴിക്കോട്ടെ ഗാലറികൾ. പ്രത്യേകിച്ച് പുതിയ പാലവും പുള്ളാവൂരും ഒക്കെ നമ്മൾ ഓരോ തവണയും ദൃശ്യങ്ങളിലൂടെയൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതും കൂടിയാണ്. നമ്മളിപ്പോൾ കോഴിക്കോട് കടപ്പുറത്താണ്. ഈ ഫുട്ബോൾ ആരംഭിച്ചതിന് ശേഷം കൂടുതലായി ഇങ്ങോട്ടേക്ക് വരേണ്ടതായി വന്നിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഇവിടെ നമുക്ക് കുറച്ച് കുട്ടികൾ നല്ല തീപ്പൊരി കളി കളിക്കുന്നുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണമൊക്കെയാണ്. ഇംഗ്ലണ്ടിൻ്റെയും ബ്രസീലിൻ്റെയും ഒക്കെ ജേഴ്സി ഉണ്ട്, പക്ഷേ നമ്മുടെ കിരീട പോരാട്ടത്തിൽ കളിക്കുന്ന ആരുടെയും ജേഴ്സിയൊന്നും നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നില്ല. ഹായ്, ഫൈനലായി. എന്താ പറയാനുള്ളത്? ഒന്നുമില്ല. നിങ്ങൾ നേരത്തെ തോറ്റ് പുറത്തായി എന്നാണോ? ആര് ജയിക്കണം എന്ന് ആഗ്രഹം? ആരയിച്ചാലും നമുക്കൊന്നുമില്ല. എന്തോ ആര് ജയിക്കണം എന്നാ? എനിക്ക് സ്പെയിൻ ജയിക്കണം എന്ന് ആഗ്രഹം. സ്പെയിൻ്റെ ആരാധകനാണോ? ഞാൻ ബ്രസീലാണ്, പക്ഷെ ഫൈനലിൽ സ്പെയിൻ കപ്പടിക്കണം എന്നാണ് ഒരു ഇത്. അർജന്റീന തോക്കണം എന്നല്ലേ ശരിക്കും അല്ലേ? ബ്രസീൽ തോറ്റപ്പോൾ സങ്കടം ഉണ്ടായിരുന്നോ? നല്ലോണം അത്യാവശ്യം ഉണ്ടായിരുന്നു. നാളെ ലീവ് കിട്ടിയത് കൊണ്ട് ലീവ് ആയതുകൊണ്ട് സന്തോഷം അല്ലേ? സ്കൂളിൽ പോകണ്ടല്ലോ. ഏത് ടീമാ? എല്ലാരും ബ്രസീലാ? ഇന്നാര് ജയിക്കണം എന്നാ? ഇന്ന് സ്പെയിൻ ജയിക്കണം. സ്പെയിനാ? ബ്രസീൽ ഫാനായ രാഹുൽ മനഃപൂർവ്വം ബ്രസീൽ ആരാധകരുടെ അടുത്ത് പോയതല്ലേ? ഞാൻ സംശയിക്കുന്നത് അങ്ങനെ തന്നെ. അല്ല ദീക്ഷ, യഥാർത്ഥത്തിൽ ഞാനിവിടെ ഒരു അർജന്റീനയുടെ പരിപാടി എടുക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷേ നിങ്ങളുടെ ഫാൻസിനെ ഇവിടെയും കാണാനില്ല. അത് ഏതോ ഭാഗത്താന്ന് തോന്നുന്നുള്ളത്. നമ്മൾ നിൽക്കുന്ന ഭാഗത്തൊന്നും കാണാനില്ല. അതുകൊണ്ട് കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ബ്രസീൽ ആയതിന് ഇപ്പൊ നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മളൊന്നും ചെയ്തതല്ല. ഇന്ന് ആര് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്നത്? അർജന്റീന പോരെ? സമാധാനം ഇല്ലേ? ടീമിന്റെ ആരാധന ബ്രസീലാണ്, പക്ഷെ അർജന്റീന ജയിക്കും. അതെന്താ അങ്ങനെ? ജയിക്കുമല്ലേ? ദീക്ഷ സന്തോഷം ഉണ്ടാകുന്നൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞേ? ഓരോ പേരാണ് ഫിഫ നിക്കണത്, അർജന്റീനന്റെ പേരോ. അതുകൊണ്ട് കളിച്ചില്ലെങ്കിൽ കപ്പ് ഒരിക്കന്നെ. എന്താ കുട്ടികൾ വരെ വിലയിരുത്തലാണ്. നമ്മുടെ നാട്ടിലെ ഓരോരോ സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകൾ കുട്ടികളെ എങ്ങനെ സ്വാധീനിച്ചു എന്നതാണ് കേട്ടത്. ടീമിന്റെ റിസൾട്ട് ഒക്കെ എങ്ങനെയുണ്ടോ? അർജന്റീന ജയിക്കും. 3-2 ജയിക്കും. 3-2. ആരൊക്കെ അടിക്കും? ഒന്ന് മെസ്സി അടിക്കും, ബാക്കി അൽവാറസ് അടിക്കും. കഴിഞ്ഞ കളിയൊക്കെ ത്രില്ലറിലാണല്ലോ, ലാസ്റ്റ് നിമിഷമാണ് ജയിച്ചത്. ഇന്നും അങ്ങനെ ആയിരിക്കുമോ? അങ്ങനെ തന്നെ ആയിരിക്കും. ശരി ശരി രാഹുലെ, ഞാനിനി കൂടുതൽ ആരാധകർ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് കൂടി പോട്ടെ. രാഹുൽ ജീനാഥ് തിരുവനന്തപുരത്തുണ്ട്. രാഹുലെ, രാഹുൽ കെ വി അവിടെ കൂടുതൽ ബ്രസീൽ ആരാധകരാണ്, പിന്നെ അർജന്റീന കമ്മിറ്റി ടീമല്ലേ എന്നുള്ള കുട്ടികൾ പോലും അത് പറയും. നമ്മുടെ ഇപ്പോൾ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതെങ്ങനെയൊക്കെയാണ് സോഷ്യൽ മീഡിയ സ്വാധീനമെന്നാണ് കണ്ടത്. ശരി, രാഹുലിൻ്റെ ഒപ്പം ആരൊക്കെയാണ്, ഏതൊക്കെ ടീമിൻ്റെ ആരാധകരുണ്ട്? രണ്ട് രാഹുലന്മാരാണ് ഇപ്പോൾ ലൈവിലുള്ളത്. രണ്ടുപേരും ഏതാണ്ട് ഒരേ മാനസികാവസ്ഥയിലായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ലാത്ത മനോവിഷമത്തിലായിരിക്കും ഈ ഫൈനൽ കലാശ പോരാട്ടം റിപ്പോർട്ട് ചെയ്യുക എന്നാണ് എനിക്ക് തോന്നുക. ഞാനിപ്പോൾ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലാണുള്ളത്. ഇവിടെ ഒരു കൃത്യമായൊരു വര വരച്ചാൽ, ഇങ്ങനെ ഒരു വര വരച്ചു കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്ത് കിരീടം നിലനിർത്താനുള്ള അർജന്റീനയുടെ ആരാധകരുണ്ട്. നിങ്ങൾ ആവേശം ജയിക്കുമെന്ന്? മെസ്സിക്ക് ഗോൾഡൻ ബൂട്ട് കിട്ടുമോ ഇല്ലെന്നൊരു ചെറിയ ടെൻഷൻ ഉണ്ട് മുഖത്ത്. എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം എന്താന്ന് പറഞ്ഞാൽ തൊട്ടിപ്പുറത്ത് സ്പെയിൻ ആരാധകരുണ്ട്. അവർ എല്ലാവരും പോർച്ചുഗലിന്റെ ജേഴ്സിയിലാണുള്ളത്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ജേഴ്സിയാണ് അല്ലേ? എന്താ നിങ്ങളുടെ ആവേശം എങ്ങനെയാ? എന്തുകൊണ്ടാ സ്പെയിൻ ജയിക്കും എന്ന് പറയുന്നത്? ഗോൾ കയറില്ല. എന്തുകൊണ്ട് അർജന്റീന തോക്കണമെന്ന് ആഗ്രഹിക്കുന്നത്? ഭയങ്കരമായി കാര്യങ്ങൾ പറയുന്നത്. ഇവിടെ കുറച്ച് കൊച്ചു കുട്ടികൾ നിൽപ്പുണ്ട്. നമ്മളെ വീഡിയോ എഡിറ്റർ നിശാന്ത് ഏട്ടന്റെ മോൻ, ഒരു കൊച്ചു റൊണാൾഡോ നമ്മുടെ പോണ്ട്. ഏ ടീമാ? മാറ്റി പറയരുത്, നമ്മൾ ഉടുപ്പിട്ടിട്ട്. ആര് ജയിക്കുമെന്ന്? സ്പെയിൻ ജയിക്കും. എല്ലാരും അതാണോ? ഈ കൊച്ചുകുട്ടികളൊക്കെ അഭിപ്രായം ആര് ജയിക്കും? ആര് ജയിക്കും? മെസ്സി ജയിക്കുമോ സ്പെയിൻ ജയിക്കുമോ? സ്പെയിൻ. എല്ലാരും സ്പെയിൻ. മെസ്സി ആരാധകരാരും കൊച്ചു ഏതാ ടീം? മെസ്സി ആണോ? മെസ്സി ഇന്ന് കപ്പടിക്കുമോ? മെസ്സി ഇഷ്ടമാണോ? മെസ്സിയുടെ പേരെന്ന് കാണിച്ചേ. മെസ്സിയുടെ ഒന്നുകൂടാ. റൊണാൾഡോ കാണിക്കുന്ന ആരാ കാണിക്കുന്നത്? റൊണാൾഡോ കാണിച്ചാ. കാണി
ആ അപ്പൊ എല്ലാം ഉണ്ട് ദിവേഷ്, ഇവിടെ എല്ലാം ഉണ്ട്. അങ്ങനെ എന്തായാലും അർജന്റീനക്കാരെല്ലാം പൂർണ്ണമായും മെസ്സിക്കൊപ്പമാണ്. കൊച്ചു മെസ്സി മുതൽ വലിയ മെസ്സിമാർ വരെയുണ്ട്. ഒപ്പം സ്പെയിൻ ജയിക്കുമെന്ന് ആവേശപൂർവ്വം പറയുന്ന ആളുകളും എന്തായാലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുണ്ട്.